ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറിയ സുനാമി തന്നെ എന്ന് പറയാം. കാരണം അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു, ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുടെ. ആ ഒരു സ്ത്രീയുടെ വീടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതുവരെ ഒലിച്ചു പോകാൻ മാത്രം വെള്ളം ഇതിന്റെ അപ്പുറത്ത് നിന്ന് ആ ഒരു മല ഇടിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് വന്നിട്ട് ആ വെള്ളം ഓളം തള്ളി വന്നിട്ടാണ് ഒരു സുനാമി പോലെ തിരമാല പോലെ വന്നിട്ടാണ് ഇവിടെ വീട് തകർന്നിട്ടുള്ളത്. വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ നാട്ടിൽ നിന്ന് നമ്മള് അവിടെ വെച്ചിട്ട് സങ്കല്പിക്കണ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന നമ്മളിപ്പോ ഗംഗാവലി പുഴയുടെ എതിർവശത്താണുള്ളത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാനിപ്പോ പിന്നെ ക്യാമറ സൂം ചെയ്തിട്ടാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്ക് പുഴയിൽ കാണാൻ പറ്റും. സൈന്യത്തിന്റെ ആളുകളൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പിന്നെ ലോഹത്തിന്റെ അംശങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ വേറൊരു നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമുണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്ത. അത് നിങ്ങൾ ന്യൂസ് ചാനലൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു മണ്ണ് മൊത്തം ആ ഒരു മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാണ്. എത്രത്തോളം അതിന്റെ വ്യാപ്തി എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു പുഴ ഏകദേശം 200 മീറ്ററോളം അല്ലെ സിദ്ദിഖ്, 200 മീറ്ററോളം വീതിയില്ല ഈ പുഴയുടെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നൊരു ബോഡി നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു സൈഡിലല്ലേ, വലത്തെ സൈഡിൽ പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു മല 200 മീറ്ററോളം നീളമുള്ള മല ഏകദേശം 100 മീറ്റർ അപ്പുറത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ പിന്നെ മൺകൂന കാണാൻ പറ്റുന്നത്. അത്രയും കല്ലും മണ്ണും. അത് മാത്രമല്ല, ഈ പുഴയിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്ത് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെയാണ് ഒരു വീടുണ്ടായിരുന്നത്. അവിടെ ഈ ഒരു വീട്ടിലൊരു അമ്മൂമ്മയാണ്. അതായത് ബാക്കി 6 പേരുണ്ടായാല് ബാക്കി 5 പേര് ജോലിക്ക് പോയതുകൊണ്ട് അവിടേക്ക് ഒരുപാട് ആളുകൾ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു വീട് ഇതൊരു മലന്റെ ചെരുവ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ പിന്നെ വെള്ളം അതൊരു സുനാമി പോലെ, അതായത് ആ മല ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് ഒരു സുനാമി പോലെ വന്നിട്ട് ഈ ഒരു വീട് നാമാവിശേഷമായി എന്നൊക്കെ പറയുന്നില്ലേ, തറ മാത്രമേ ബാക്കിയുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് പിന്നെ വീഡിയോ ദൃശ്യങ്ങൾ എത്രത്തോളം സങ്കല്പിക്കാൻ പറ്റും, ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു റെയിൽവേ പാലമാണ് അതിനെ കാണുന്നത്. അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ മഴവെള്ളം ഒലിച്ച്, അതായത് ഈ ഒരു പുഴ തേളി വരാന്ന് പറയില്ലേ, മഴ നമ്മളൊരു കുളത്തിൽ വലിയൊരു കല്ലിട്ട അവസ്ഥ, ആ വെള്ളത്തിന് അതേ അവസ്ഥയിൽ ഇത്രയും തോന, അതായത് 100-200 മീറ്ററോളം കരയിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇവിടൊക്കെ വീടുകളുണ്ടായിരുന്ന ആ ഒരു വീടിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പോയത് കാണുന്നുണ്ട് അവിടെ. അപ്പോ ഇത് ഈ മരക്കുറ്റികളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വഴിയില്ലേ. ആ ഒരു മല ഇതിന്റെ ഇടത് സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ പലവട്ടായിട്ട് ഇടിച്ചതാണ്, റോഡിന് വഴി ഇടിച്ചതാണ് കേട്ടോ, ചെരിച്ചിട്ടാണ് ഇടിച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ ആ ഒരു ടവർ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ, ആ ഒരു ടവർ കാണുന്ന ഭാഗത്ത്. അപ്പൊ ഞാൻ എന്റെ ഒരു പിന്നെ എല്ലാവരും പിന്നെ എന്താ പറയാ അനുമാനിക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഞാനും പറയാൻ കാരണം എന്താ വെച്ചാല് ആ ഒരു അത്രയും ഫോഴ്സിൽ വരുന്ന സമയത്ത് നമ്മളെ അർജുന്റെ പിന്നെ വാഹനം എന്താ പറയാ ഈ ആ ഒരു പുഴയിലേക്ക് ചാടിയിട്ടുണ്ടാവും. നേവിന്റെ ആളുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയല്ലേ, പ്രേക്ഷകരായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതിന്റെ വ്യാപ്തിയാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഈ ഒരു നദി ഞാൻ പറഞ്ഞല്ലോ 200 മീറ്ററോളം വീതിയുള്ള ഈ ഒരു നദിക്ക് കുറുകെയായിട്ട് ഈ പിന്നെ അത്രത്തോളം ആ ഒരു മല ഇടിഞ്ഞ് വന്നിട്ട് മണ്ണ് ഇത്രത്തോളം ഇതിൽ വരുന്ന വെള്ളം നല്ല ഫോഴ്സിൽ വരാനാണ് സാധ്യത. ആ ഒരു സമയത്ത് നമ്മളെ സങ്കല്പത്തിനപ്പം അത്രയും വെയിറ്റിൽ 30-40 ടണ്ണുള്ള ലോറി ആണെങ്കിലും കൂടിയിട്ട് ഇത്ര വലിയ പാറക്കെട്ടുകളും മരങ്ങളൊക്കെ ഇങ്ങോട്ട് ഇത്രയും ദൂരം, അതായത് ആ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു 10-50 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് മണ്ണ് നിൽക്കുന്നത്. അതായത് പിന്നെ പുഴന്റെ സൈഡിലായിട്ടല്ല മണ്ണ്, ആ ഒരു അരികിലല്ല പിന്നെ മണ്ണ് ചാടിയിട്ടുള്ളത്. അത്രത്തോളം ഫോഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ലോറി പുഴയിലേക്ക് ചാടാനാണ് സാധ്യത. നമ്മൾ ഈ കാണുന്ന നമ്മൾ അനുമാനിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു അത്രത്തോളം വലിയ മല ഇടിഞ്ഞു വരുമ്പോൾ ആ ലോറിക്ക് നമ്മൾ വെയിറ്റ്, ഞാൻ പറഞ്ഞില്ല പല ആളുകളും അത്രയും വെയിറ്റ് കാര്യങ്ങളുള്ള ലോറി അങ്ങോട്ട് പോയി ഇനി വല്ല മിറാക്കിളും സംഭവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും പറയല്ല. പക്ഷെ ഇത്രത്തോളം അതിന്റെ വ്യാപ്തിയുണ്ട്. ഇന്ന് ഇവിടെ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു വീട്ടിലെ ആളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാമാവശേഷമായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഫോഴ്സിൽ മണ്ണും മരങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുകളൊക്കെ പാറക്കല്ലുകൾ ഈ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ പാറക്കല്ലുകൾ ഇത് ഇവിടെ അല്ല, പാറക്കല്ലല്ല കേട്ടോ, അതായത് ഈ പുഴയുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഈ പുഴയുടെ കെട്ടാണ്. ഈ പുഴയുടെ സൈഡിൽ കെട്ടിയിട്ടില്ലേ കെട്ട് കല്ലുകളാണ് നേരെ അപ്പുറത്തേക്ക്. അപ്പൊ എത്രത്തോളം ഫോഴ്സ്, ഞാൻ അതിന്റെ ഫോഴ്സ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത്രത്തോളം ഫോഴ്സിൽ നിങ്ങൾ മണ്ണ് വെള്ളം അങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ. ഈ പത്രത്തെ പൂര ഇതർ തന്നെ ഭായി, इधर था, ये पत्थर पूरा इधर था ना? हाँ इधर था. उधर आदमी क्या, कितना आदमी था वो घर पे? आपका घर इधर ही है? घर इधर ही है क्या? हाँ, कितना आदमी था उधर ही?
बहुत आदमी है ना। हाँ वो लोग काम गया था। हाँ वो बुढ़ा एक ही था, उसका नाम क्या है जो नहीं में जो मर गया लड़की को मालूम नहीं। ഇവൻ അറിയില്ല അദ്ദേഹം ഇത് आपका गाँव इधर ही है ना? ആ ഓക്കെ. ഇവിടുത്തെ ആളുകൾ എന്തൊക്കെ കാണാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രത്തോളം ഈ സൈഡ് മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ്. ആ കരിങ്കല്ല് മൊത്തം പിന്നെ സൈഡിലേക്ക് തെറിച്ച് മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ കാണാതെ പോകരുത്. കാരണം നമ്മൾ അവിടെ നിന്ന് മണ്ണ് മാന്തുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ട്. എങ്കിലും കൂടി നമ്മൾ കേരളക്കാരാണ്, കേരളത്തിലായെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും കൂടിയിട്ട് അനായാസം സംഭവിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഇത്രയും ദ്രുതഗതിയിൽ ഈ ഒരു പണി എടുക്കുന്ന ജോലി തുടർച്ച അന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. പക്ഷേ വളരെ എന്താ പറയാ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഉരുൾപൊട്ടൽ എന്ന് തന്നെ പറയാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നല്ല കടുത്ത എന്താ പറയാ പ്രതികൂലമായ കാലാവസ്ഥയാണ്. എങ്കിലും കൂടിയിട്ട് അവരുള്ള വാഹനം വെച്ചിട്ടൊക്കെ പിന്നെ ആളുകളിപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് വാഹനമുള്ളത്? ഈ പുഴയിലാണോ? പല സങ്കല്പങ്ങളാണ് പറയുന്നത്. പുഴയിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുത്തൊഴുക്കിൽ ലോറി ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല ഒഴുക്കുണ്ട്. ഏകദേശം 10 മീറ്ററോളം ആഴം എന്നൊക്കെയാണ് ഇവിടുത്തെ പറയുന്നത്. ഒരു ലൈന് കാണാൻ പറ്റണം നിങ്ങൾക്ക് അല്ലേ? ആ ലൈന് ഒരു മരക്കഷ്ണത്തില് കുടുങ്ങിക്കിടക്കുകയാണ് ശരിക്കും പുഴയിൽ കാണുന്നുണ്ടാവും. അത് ഇതിനെ നേരെ ക്രോസ് ചെയ്തിട്ട് പോണ ആ ഒരു ലൈനാണ്. അത് അന്ന് പൊട്ടി വീണിട്ടുള്ള പിന്നെ ടവർ, ആ ടവറിലേക്ക് ചിലപ്പോൾ പോയിട്ടുള്ള ലൈനാവാം. അവിടെ നിങ്ങൾക്ക് ടവർ കാണുന്നുണ്ടാവും. അപ്പം ഇന്ന്